എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം എത്രയായെന്ന് വെച്ചാൽ ഒരു 9 മണി ആയിട്ടുണ്ടാവും. എണീറ്റു, ചോറ് വെച്ചു, പല്ല് തേക്കാം എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതാണ്. ചെറിയൊരു മഴയുടെ ഗ്യാപ്പ് കിട്ടിയതാണ്. ആ സമയം വേഗം പുറത്തേക്ക് വന്നത്. ഇതാണ് കേട്ടോ എന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗം. അപ്പൊ എന്തായാലും ഇതാണ് എന്റെ കിളിവീട്. ഞാൻ ഈ വീടിനെ വിളിക്കുന്നത് കിളിവീട് എന്നാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇവിടെ ആമയുണ്ട്, 2 പട്ടികളുണ്ട്, 4-5 പൂച്ചകളുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, അണ്ണാനുണ്ട്, പക്ഷികൾ വരും ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ഉത്തരവില്ല. എല്ലാ സാധനങ്ങളും ആമ വരെ ഉണ്ട് നമ്മുടെ അവിടെ. അപ്പൊ ഇത് ശരിക്കും ഒരു കിളിവീട്, കുഞ്ഞൊരു വീടുമാണ്. ചുറ്റോട് ചുറ്റും വയല്, ഒരുപാട് മരങ്ങള്. അപ്പം ഇതാണ് എന്റെ കിളിവീട്. മഴേന്റെ ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വെള്ളം കെട്ടി കിടക്കുന്നൊന്നും അടുത്തു വരില്ല. നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് പുഴ. പുഴയിൽ വെള്ളം ഒലിക്കുന്നതിന്റെ എരമ്പലിന്റെ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാം. ഇന്ന് എനിക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. അതാണ് ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചത്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പായൽ കയറിയിരിക്കുകയാണ്. മഴ ഗ്യാപ്പേ ഇല്ല. ഈ പായലൊക്കെ നമ്മുടെ വാട്ടർ ഗണ്ണ് വെച്ചിട്ടൊന്ന് അടിച്ചു വിടണം. 2 പേര് അവിടെ നിന്ന് ഞാൻ ബ്ലോഗ് എടുക്കുന്നു നോക്കുന്നുണ്ട്. കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. 2 ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. കാണുന്നുണ്ടോ? ഇതാരാണെന്ന ചോദ്യത്തിന് ഒന്ന് ജിഷ്ണു, ഒന്ന് ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ്. അതായത് നമ്മുടെ ചേട്ടച്ചാരൻ. ആളിപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ ഇവിടെയാണ്. ആശാൻ മരം വെട്ടാൻ വേണ്ടി മരത്തിന്റെ മേലെ കയറിയതാണ്. അവിടുന്ന് താഴെ വീണു. കുഴപ്പങ്ങളൊന്നുമില്ല, സ്റ്റിച്ചിട്ടിട്ടുണ്ട്. വെള്ളം നോക്കിക്ക്, ഇങ്ങോട്ട് വാ, വെള്ളം നോക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെയും വയലിന്റെയും ഡിഫറൻസ്. ഇവിടെ വീട്, തൊട്ടിപ്പുറത്ത് വയല്. അത്രയും വെള്ളമാണ് ഇവിടെ. ഇതൊക്കെ ഒരു വെള്ളം എന്നല്ല, പക്ഷെ ഇത്രയും വെള്ളം കൂടിയില്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പല്ല് തേക്കില്ല, കുറെ കഴിഞ്ഞിട്ട് തേക്കുള്ളൂ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പാലം വരെ പോവുകയാണ്. അവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ടെന്ന് കേട്ടോ. അവിടെ ഒന്ന് പോയി നോക്കണം. മയില് കരയുന്ന സൗണ്ട് ഇത് കണ്ടോ. ഞങ്ങളുടെ വീടിന്റെ സൈഡ് മൊത്തം വയൽപ്പാടങ്ങളാണ്. നമ്മുടെ കിണറ്റില് വെള്ളം കൂടി. ഞങ്ങളുടെ കിണറില് ഇനി ശരിക്കും പറഞ്ഞാൽ 2 റിങ് കയറിയാൽ മതി, ഇത്രയും വെള്ളം നിറഞ്ഞു. ഇത് ശരിക്കും നമുക്ക് അത്ര അടുത്താണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അടുത്താണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് വാതിലിന്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം കാണാൻ പറ്റും. അത്രയും വെള്ളം ഫുള്ളായി. ആശാൻ ഇവിടെ നമ്മളെന്തോ കാര്യമായിട്ട് ചെയ്യാന്ന് നോക്കുകയാണ്. ലിയോ ശരി അപ്പൊ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് പാലം ഒന്ന് പോയി കണ്ടേച്ച് വരാം. ഓക്കെ. അപ്പൊ എന്തായാലും പാലം വരെ ഒന്ന് പോയി നോക്കിയേച്ച് വരാം. അവിടെ വെള്ളം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവത്തില്ല. നമ്മുടെ പുഴയെന്നുള്ള വെള്ളത്തിന്റെ സൗണ്ട് ഇവിടെ വരെ കേൾക്കാം. വയൽ നോക്കും. ശരിക്കും ഈ വീട് ആര് വന്ന് നോക്കിയിട്ടുണ്ടോ എല്ലാരും പറയും വീട് അടിപൊളിയാണ്, ഇവിടുത്തെ വൈബ് അടിപൊളിയാണെന്ന്. നമ്മുടെ വീടിന്റെ മുറ്റത്തിന്റെ അവസ്ഥ കണ്ടോ. അമ്മമാരൊക്കെ പൂന്തി കിടക്കുവാണ്. കല്ലിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ്. ശരമാര് ചെറിയൊരു വെട്ടം വന്നിട്ടുണ്ട്. സാധാരണ അത് പതിവില്ലാത്ത വെട്ടമാണ്. ഇത് കണ്ടോ, ആ മയിലിന്റെ വീട് ഈ തെങ്ങാണേ. പക്ഷെ ഈ നാറിയതിനാണ് അവിടെ പോയി നിൽക്കുന്നത്. വെയിൽ ഒരു വെട്ടം വന്നു ഗൈസ്. എന്താണേലും നീ എനിക്ക് തെറിയേക്കും. ഗേറ്റ് തുറന്നില്ല. അയ്യോ, വരട്ടെ. ഈ റോഡിൽ നിന്നുള്ള വെള്ളം മൊത്തം ഇപ്പൊ ഇവിടേക്കാണ്.
പൂന്തിയാ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അവസ്ഥ. മെല്ലെ മെല്ലെ വണ്ടി. നമ്മുടെ വീട്ടില് വെയില് വന്നു. മഴയുണ്ട് പക്ഷെ എന്നാലും വെയില് ഗൈസ്. ഓ, ഇത് അമ്മ വർക്ക് ചെയ്യുന്ന റിസോർട്ടാണ്. ദിസ് ഈസ് കൈരളി റിസോർട്ട്. ഈ റിസോർട്ട് നല്ല വൈബുള്ള സ്ഥലമാണ്. വെള്ളം ഇവിടെ ഒരു തോട് തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാണ്. ഇത് ശരിക്കും ഈ റിസോർട്ട് നമ്മുടെ പാലക്കാട് ഉണ്ട് എന്ന് കുറെ പേർക്കും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ പാലം. ഈ ജിഷ്ണുവിനെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്തവർക്ക് അറിയാം. അമ്പ വെള്ളം കൂടിയില്ലേ, നല്ല വെള്ളമുണ്ട് ഗൈസ്. ഈ ഗൈസ് എന്ന് ഞാൻ എപ്പോഴും പറയരുതെന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാനാ. ഓ, ഇത് ഈ പഴയ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ ഒപ്പം വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായി മേക്ക് ഓവർ ആണ് കേട്ടോ നമ്മുടെ പാലത്തിൽ. ഈ വെയിലാണ് എനിക്ക് അത്ഭുതം. ഇത് നോക്ക്, നല്ല ഒഴുക്കട്ടോ ജിഷ്ണു. ചെളിവെള്ളം പോലെ കുത്തി ഒലിച്ച് വരികയാണ്. ഈ പാലത്തിൽ ഇത്ര പോലും വെള്ളമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാന്ന് അറിഞ്ഞിട്ട് വെയില് വന്നേന്ന് തോന്നുന്നു. എനിക്ക് വെയിലിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. വെട്ടം കണ്ടിട്ട് കുറെ കാലമായി. ഇന്ന് പക്ഷെ ഇത്ര വെള്ളം ഉണ്ടാന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം ഇതേപോലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇതിനേക്കാളും വന്നു അല്ലേ? ഇതിങ്ങനെയൊന്നും ഇല്ല. താഴെ നമുക്ക് മണ്ണ് കാണാൻ പറ്റും, അത്ര കുറവേ വെള്ളമുള്ളൂ. പക്ഷെ ഇത് നോക്ക്, കാടും തോപ്പും എല്ലാം ഇളകി ഇളകി വരുന്നുണ്ട്. ഇപ്പൊ പാലത്തില് വെള്ളം കയറിയത് നോക്കാൻ വന്നിട്ട് വെയിലടിച്ചിട്ട് ഈ ഒരു ഭാഗം ചൂടെടുക്കാൻ തുടങ്ങി. അതാണ് ഈ പാലക്കാടിന്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും സൂര്യഭഗവാന് ഭൂമി ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല. പക്ഷെ നല്ല വെള്ളം കൂടിയെങ്കിലും പക്ഷെ വെയില് വന്നോണ്ട് നല്ലൊരു സുഖം. തണുപ്പും വെയിലും ചൂടും ഒക്കെ കൂടിയായിട്ട് ഒരു അടിപൊളി വെയിൽ. ഇനി എന്തായാലും ഇവിടെ നിക്കാൻ പറ്റില്ല, ബിക്കോസ് പൊരിഞ്ഞ വെയില് നോക്കിക്കേ. ദൈവമേ, ഇത്രയും മഴയത്തും ഈ വെയിൽ എന്തിന് ഇങ്ങനെ വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വെയിൽ വരണം, സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡ്രസ്സലൊക്കെ ഇടാനോ ഉണങ്ങാനോ ഒക്കെ ഉണ്ട്. പക്ഷേ പുറത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ശരീരമൊക്കെ പൊള്ളിപ്പോയി. ഓ, അങ്ങനെ വെയിലായി. ഈ ഒരു സ്ഥലം നമ്മൾ പണ്ട് ഓഫ് റോഡ് ഇറക്കിയ സ്ഥലമാണ്. അപ്പൊ ഇവിടെയും കൂടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു, വെള്ളത്തിന്റെ അവസ്ഥ എന്താ എങ്ങനെയാന്നുള്ളത്. വെയില് കണ്ടോ എന്റെ ദൈവമേ. ഇനി നെക്സ്റ്റ് വീഡിയോ ഇവന്റെ വീഡിയോ ആയിരിക്കും. ഇവനെ നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടാവും. ദിസ് ഈസ് നോട്ട് അവർ സൈലന്റ് വാലി, ബിക്കോസ് ഇവിടെ മൊത്തം ചീവീടാണ്. ഈ വഴി കൂടെ എല്ലാം നമ്മൾ ഓഫ് റോഡ് വന്നതാണ്. എന്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ഓഫ് റോഡിന്റെയാണ്. അതൊന്ന് കേറി നോക്കൂ. ശരിക്കും അന്നത്തേന് ശേഷം ഞാൻ ഇന്നാണ് കേട്ടോ ഇവിടെ വരുന്നത്. എന്റെ ദൈവമേ, നമ്മള് പോയ സ്ഥലം പോലും ഇല്ല, മൊത്തം വെള്ളം കയറി നിൽക്കാണ്. ഇതിന് നമ്മൾ എവിടെ ഇറങ്ങിയത്? നമ്മളതീ കൂടെ. ദൈവമേ, അതായത് ഈ ഒരു മരം അന്നും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരു ഇത്രയും ഏരിയ ഒരു നമ്മളിതാ ഇതിലേ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങടിക്കാണ് പോയത്. ഇതൊക്കെ നമ്മള് ജീപ്പ് ഇറക്കിയ സ്ഥലമാണ്. ഈ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് ഇത് വെള്ളം കയറിയിട്ട് ഇപ്പൊ ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയൊന്നും അല്ല. അങ്ങോട്ടേക്കൊക്കെ നിൽക്കാനും ഇരിക്കാനും വണ്ടി നിർത്തിയിട്ടതൊക്കെ നമ്മൾ ഈ മരത്തിന്റെ ചോട്ടിലാണ്, അപ്പറയാണ്. പഴയ വീഡിയോ കാണാത്തവർ എന്തായാലും കയറി കാണാം. എന്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ഇവിടുത്തെ ഓഫ് റോഡിന്റെയാണ്. ഞാൻ നോക്കുമ്പോ ഒരാൾ ഇവിടെ വീഡിയോ കോൾ വിളിക്കും. ആരാന്ന് നോക്കിയപ്പോഴാണ് സെലിനെ വീഡിയോ കോൾ വിളിക്കാണ്. ഇവിടെ കാണിച്ചു കൊടുക്കാനാണ് അത്ര. എടുക്കലിയാ? മാക്കമാപ്പിളേ
പോയെന്ത് ചാമി ജയിൽ ചാടണം. ബ്രൈറ്റ്നസ് വെക്കടാ. ബ്രൈറ്റ്നസ് കൂട്ടറേ. എന്ത് ബ്രൈറ്റ്നസ് കൂട്ടാനാ? ഇതിൽ കൂടെയാണ് നമ്മൾ ജീപ്പ് ഇറക്കിയിട്ട് പോയത്. ജീപ്പ് ഇറക്കിയത് നമ്മൾ ഇതിൽ കൂടെ ഇറക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അവിടേക്കാണ് ജീപ്പ് ഇറക്കിയത്. ഇത്രയും വെള്ളമായോ? പിന്നെ ഇത് ഇവിടെ വരെ വെള്ളമായല്ലോ. നമ്മൾ ഇതിൽ കൂടെ ജീപ്പ് ഇറക്കി ഇങ്ങനെ പോയി അവിടെ അങ്ങനെ പോയി അങ്ങടിക്കാണ് പോയത്. അപ്പൊ നല്ല വെള്ളമായി. അതെ അതെ. ചിറ്റൂർ പുഴ ന്യൂസിലുണ്ട്. പാലം പോയി വന്നു. അത്ര ഹൈറ്റൊന്നും ദൂരം വെള്ളം വന്നിട്ടില്ല. ശരി അപ്പൊ ബൈ. ഞാൻ വിചാരിച്ചു അവളെ സോം ചെയ്യടാ. ഒരാളെ ഉറങ്ങി ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല, നേരം വെളുത്തിട്ട്. അവള് പറഞ്ഞാണ് ഇനിയിപ്പോ വല്ല കുളിക്കുക എന്തെങ്കിലും ആയിരിക്കും, അതായിരിക്കും. പെണ്ണ് കുളിച്ചാൽ അന്ന് ലോകം അവസാനിക്കും. കൈ വെച്ച് മറച്ചു വെച്ച്. റേഞ്ചില്ല. ശരി. സൈനിങ് ഓഫ് മനീഷ ആൻഡ് ജിഷ്ണു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. ഇവിടെ ഈ മുളയുടെ ഉള്ളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഒരു മലമ്പാമ്പിനെയും കൂടെ കണ്ടാൽ സെറ്റാണ് കേട്ടോ. വഴി നോക്കിക്കേ തമ്പുരാനെ. ഇതെന്നാണ് ഇവിടെ ഒരു ഹോള്? അത് ടോഹുക്ക്. ആ സാധനം അന്ന് ബമ്പർ വെച്ച സമയത്ത് ആ സാധനം അവിടെ മിസ്സായി. അപ്പൊ അതിന് വാങ്ങി വെക്കണം. ഒരു കറുപ്പ് റബ്ബർ പോലത്തെ സാധനം, വൈറ്റ് തന്നെ, ഒരു ക്യാപ്പ് പോലെ വരും. ശരി. അപ്പൊ ഗൈസ്, എടാ റോഡിലേക്ക് എടുക്കോ? ചെളിയാ, കാറില് ചെളിയാവും. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. വേണ്ട, ഈ പുഴേന്റെ എരമ്പലാണ് നമ്മുടെ വീട്ടിൽ കേക്കെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്ര ദൂരമില്ല, അതുകൊണ്ട് തന്നെ കാര്യം. അമ്മോ, നമ്മുടെ വീടെത്തി. എന്റെ വീട് വന്നേ. എന്നാലും എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഈ വെയിലിപ്പം എന്തിനാ വന്നത്? അതല്ലല്ലോ പതിവ്. രാവിലെ തൊട്ട് മഴയായിരുന്നു. ദൈവമേ, ഇങ്ങനെ വെയില് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വീട്ടിൽ വന്നത് 2 പഴം പുഴുങ്ങാനിട്ടു. ഈ ചട്ടിയുടെ കോലം കണ്ട് ആരും ഞെട്ടരുത്. നമ്മുടെ അനിയച്ചാരന് വെള്ളം ഒഴിപ്പിച്ചിട്ട് പോയതാണ്. ഇവിടെ അച്ഛൻ വന്ന് നോക്കുമ്പോഴേക്കും ചട്ടി നിന്ന് പുകയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചട്ടി കരിഞ്ഞു പോയി. അങ്ങനെ ഇപ്പൊ പഴം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ പഴം എപ്പോഴും പുഴുങ്ങി കഴിക്കുന്നതാണ് ഇഷ്ടം. ഭയങ്കര ചൂടാണ്, ആക്രാന്തം കൊണ്ട് കഴിക്കാണ്. ഞാൻ ചൂട് തൊടത്തില്ല. എന്റെ അയൽവക്കത്തൂടെ പോലും ചൂട് പോകത്തില്ല. എന്റെ അമ്മേ, ഈ പഴം ആയതുകൊണ്ടേ വായിക്കാൻ തൊട്ടിപ്പിടിച്ച് വെക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. ചൂട് മധുരം എനിക്ക് വയ്യ. സംഭവം ഇവിടെ ഇപ്പൊ ഈ വീട്ടിൽ ആരുമില്ല. അമ്മ മദ്രാസ് പോയി. അമ്മ ടൂർ പോയേക്കോണേ. അപ്പൊ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയപ്പോ അമ്മ 2 എണ്ണം കൊടുത്തു വിട്ടാണ്. ഇന്നലെ ജിഷ്ണു കഴിച്ചു വിട്ടപ്പോ ഞാൻ പുഴുങ്ങി കഴിക്കാൻ വേണ്ടി വെച്ചത്. അച്ഛൻ രാവിലെ പണിക്ക് പോയി, ജിജി പണിക്ക് പോയി. ജിജി ഇനിയിപ്പോ ചൊവ്വാഴ്ച വരുള്ളൂ. അതുവരെ ഇവിടെ ആരുമില്ല. ചെല്ലാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇപ്പോ 5-6 ദിവസമായി. അങ്ങനെയാണ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പൊ ലാലിച്ചേട്ടൻ വരും. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കറി സെറ്റപ്പ് ആക്കണം, കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കി. ഇപ്പൊ തന്നെ 10:15 ഞാൻ കൃഷ്ണ മാത്രമാണെങ്കിൽ ആരും ഇല്ലല്ലോ. പിന്നെ വെറുതെ വെച്ച് പിന്നെ അത് ചൂടാക്കി കഴിക്കുന്നതിന് ഭേദം അച്ഛൻ വരുന്നതിന് മുന്നേ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും. ഇതിപ്പോ ലാലിച്ചേട്ടൻ വരുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് കറി ഉണ്ടാക്കണം. ചോറ് രാവിലെ അച്ഛൻ വെച്ചു. എന്തായാലും അച്ഛൻ നേരത്തെ എണീക്ക് പണിക്ക് പോകാനുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്ന് എന്തായാലും ഡെയിലി വ്ലോഗ് എടുക്കണം, ഇന്നെടുക്കണം. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ മടിയാണ് കേട്ടോ പ്രശ്നം. പിന്നെ നമ്മൾ എന്താണ് ആയിത്തീരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യബോധം നമുക്ക് വേണം. അത് എനിക്ക് ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ അതിനുള്ള എഫേർട്ട് എടുക്കാറില്ല. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഇനിയെങ്കിലും വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കും. പിന്നെ ഡെയിലി വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണിക്കാനില്ല. നമ്മൾ യൂഷ്വലി നമ്മുടെ വീട്ടിൽ എന്താ നടക്കുക അത് തന്നെയാണ് ദിവസവും നടക്കുന്നത്. പിന്നെ അതിൽ എക്സ്ട്രാ നമുക്ക് കാണിക്കാനായിട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇനിയിപ്പോൾ അടുത്ത മാസം എന്തായാലും സെലിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, ജിഷ്ണുവിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, നമ്മുടെ ഗാരേജിന്റെ ഇനാഗ്രേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത മാസത്തേക്ക്. പിന്നെ ഇനിയിപ്പോ
ഈ ഓഗസ്റ്റ് 1 തൊട്ട് എന്റെ ക്ലാസ് തുടങ്ങും. സത്യം പറഞ്ഞാൽ പെൻഡിങ് വർക്കുകൾ ഒരുപാടുണ്ട്, ഒന്നും ചെയ്ത് തീർത്തിട്ടൊന്നുമില്ല. അതൊക്കെ ഇനി ചെയ്യണം. ഇന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ല എത്രത്തോളം ആവുന്ന. ഒരു പാറ്റേൺ എങ്കിലും നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. വെറുതെ കളിച്ച് നടന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. പൊതുവെ ഈ വീട്ടിൽ എന്ന് വൈഫൈ വെച്ചോ അതിനുശേഷം തൊട്ട് റീൽസ് കണ്ടിരിക്കൽ തന്നെയാണ് പണി. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ടി വിയാണ്. ജിഷ്ണു കുടി കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോ പഴം പൊഴിഞ്ഞത് കാണോ? വൈ ജിഷ്ണുവിന് പഴം പുഴുങ്ങിയത് ഇഷ്ടമല്ല, അല്ലാതെ വെക്കുന്ന ഇഷ്ടം. അവരോട് പോയിട്ട് നന്നായി ഒരു പഴമുള്ളൂ. നല്ല ചൂട് പഴം പുഴുങ്ങിയത്. ഞാനും മനീഷ ടിവിയിലും മനീഷക്ക് വരാം. എന്നെ പണ്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പഴല്ല കേട്ടോ, കുഞ്ഞില് ആ ഒരു ടൈമിലൊക്കെ എന്നെ മനീഷക്ക് വരാമെന്ന് വിളിച്ച് കളിയാക്കും. അന്ന് ആ ഹോസ്റ്റലിലാണല്ലോ, അന്ന് എനിക്ക് അറിയത്തില്ല ഇത് ആരാ മനീഷക്ക് വരാളോ, സിനിമ നടിയാന്നറിയാം. പിന്നെ എനിക്ക് വിവരം വെച്ചപ്പോഴാണ് ഞാൻ ഈ പുള്ളിക്കാരിനെ കാണുന്നത്. ഓ, ഇതാണ് മനീഷക്ക് വരാള എന്നൊരു റിയാക്ഷൻ ആയിരുന്നു അന്ന് എനിക്ക്. ഞാനിന്ന് എന്ത് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ, വെണ്ടയ്ക്ക പുളി എന്ന് പറയും ഈ പാലക്കാട്. നമ്മുടെ അങ്ങോട്ടേക്ക്, എന്റെ അങ്ങോട്ടേക്കൊന്നും ഈ പുളി ഒഴിച്ചുള്ള കറികൾ ഉണ്ടാവില്ല. ഇവർക്ക് ഇവിടെ പുളി ഒഴിച്ചുള്ള കറികൾ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്തായാലും ലാലുചേട്ടനുണ്ട്, ജിഷ്ണു ഉണ്ട്, അച്ഛൻ വൈകുന്നേരം വരും. അപ്പൊ വെണ്ടയ്ക്കാപ്പിളി വെക്കുകയാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടമായിക്കോളും. ഞാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടിപൊളിയാണ്. അച്ഛൻ രാത്രി വരുമല്ലോ. 2 പ്ലാനുണ്ട്. രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയാലോന്നുണ്ട്. ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാം. പക്ഷെ വൈകുന്നേരങ്ങളിൽ കറണ്ട് ഇല്ല ഇവിടെ, അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇത്തിരി വെണ്ടയ്ക്കച്ചാറ് വെച്ചാൽ മതിയല്ലോ. Look at this. ഞാൻ ഏതോ റീൽസിൽ കണ്ടിട്ടുണ്ട്. ഈ ഇപ്പൊ കാണിച്ചില്ല പഴത്തിന്റെ നാഴ്, അതിനാണ് പ്രോട്ടീൻസ് ഒരുപാടുള്ളത്. ആയിടണോ, ബട്ട് അത് കേട്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ വ്ലോഗ് എടുക്കുന്നവരുടെ ഒക്കെ ഒരു കഴിവില്ലേ, അത് എത്ര നന്നായി സംസാരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നു. ഞാൻ ഓരോ പഴം വിഴുങ്ങുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുക, ദൈവമേ ഇനി അടുത്ത് എന്ത് പറയണം, എന്ത് സംസാരിക്കും. ഞാൻ സംസാരിക്കണ്ടേ. പഴം കഴിയും ബാങ്ക് വന്നു കേട്ടോ. നമുക്കിപ്പോ വെണ്ടക്കറി വെക്കാം. കാണാം. ബൈ ബൈ. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇന്നത്തെ കറി ഉണ്ടാക്കാൻ തുടങ്ങും. കറി എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്. അപ്പൊ ഇവർക്ക് പുളികൾ ഒഴിച്ചിട്ടുള്ള കറികൾ ഇഷ്ടമായതുകൊണ്ട് വെണ്ടയ്ക്കാപ്പുളി വെക്കാം. ഡിമാൻഡ് കാണിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, മനസ്സിലായോ? ചോറ് കഴിക്കും. ഓ, ലോകത്തിലാത്ത ഡിമാൻഡാണ്. ഇന്ന് നമുക്ക് ഇവിടെ തൈരാണ്, കാലില്ല. എപ്പോഴും ചിക്കൻ കാല് കൊടുത്ത് ഇപ്പൊ ചോറ് തിന്നുന്നില്ല ചിക്കൻ കാലില്ലെങ്കിൽ. ബാബല്ല ബാബല്ല കഴിക്ക്, ചോറ് കഴിക്ക്. ഏറ്റവും ഡിമാൻഡ് അത് പിന്നെ ഗതിയായിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നു. ഉടുപ്പ് മാറുന്ന പോലെയാണ് ഇവിടുത്തെ പ്ലാൻ മാറിയത്. വെണ്ടയ്ക്കക്കറി ഉപേക്ഷിച്ചു. ജിഷ്ണു തക്കാളി ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേയായി. അപ്പൊ തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞ് സെറ്റപ്പ് ആക്കണം. ഞാനിപ്പോ ഉള്ളി അരിയുന്നതിൽ എക്സ്പേർട്ടായി. കണ്ട എത്ര നൈസായിട്ടാണ് ഞാൻ ഉള്ളി അരിയുന്നത്. തക്കാളി നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാവേ.
എന്താന്ന് വെച്ചാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അതുകൊണ്ട് ഞാൻ പിന്നെ ചെറുതാക്കി അരിയുന്നത് മാത്രം. പക്ഷെ വലിയ തക്കാളികളാക്കി അരിയുന്നവരുമുണ്ട്. ഉള്ളിയും തക്കാളിയും അരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെ ചതച്ചെടുക്കാം. മിക്സി ജാറോ ഒന്നും യൂസ് ചെയ്യില്ല, ഇതിൽ തന്നെ ചതച്ചെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് മാറ്റി അങ്ങ് വെക്കാം. നമ്മുടെ ഈ പച്ചമുളക് 2 എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് തക്കാളി ഇതിന് കളർ വേണം, തക്കാളി ചോറിന്. അപ്പൊ എന്തായാലും മുളക് പൊടി ചേർക്കണം. സോ ആവശ്യത്തിനല്ല, പേരിന് 2 പച്ചമുളക്, അതും കൂടെ ആയി. അപ്പൊ നമ്മുടെ അരിയൽ പരിപാടി ഫിനിഷ്. പട്ടിക്ക് കൊടുത്ത ചോറിന്റെ ബാലൻസ് തിന്നാൻ വേണ്ടിയിട്ട് ഇതാ പക്ഷികൾ വന്നേക്കുവാണേ. അവരിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സ്ഥിരം, ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഇതൊരു കിളിവീടാണെന്ന്. ഇപ്പം മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് കിളിവീടാന്ന് പറഞ്ഞത്? അതിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ വെയിറ്റിങ്ങിലാണ്. പാവങ്ങൾ, അവരും കഴിക്കട്ടെ, അവർക്കും ഉണ്ടല്ലോ വിശപ്പ്. അതാ ചോറെടുത്തിട്ട് ഓടി. ലിയ ഇവിടെ വന്നേ, കൂട്ടിൽ കയറിക്കേ. ലിയ കൂട്ടി കയറേ. ഗുഡ് ഗേൾ ആണേ ലിയോ, ഗുഡ് ഗേൾ ആണല്ലോ. ഗുഡ് ഗേൾ. മിടുക്കി പെണ്ണ് കൂട്ടിൽ കേറിയോ? മിടുക്കി പെണ്ണ് ഇതാ ഇവിടെ നമ്മൾ തുണി ഇട്ട് കൊടുത്തതാണ്. മിടുക്കി പെണ്ണ് കടിച്ച് ഇതിന്റെ ഇപ്പുറത്തേക്ക് ഇടും. ലാസ്റ്റ് ആ തുണികളാണ് മൊത്തം അതെ ആ സൈഡിൽ ഉണങ്ങാൻ ഇട്ടേക്കുവാണ്. അതൊന്നും ഉണങ്ങത്തില്ല, മഴക്കാലം അല്ലേ. അപ്പൊ എന്റെ കുട്ടി ഇങ്ങനെ തന്നെ അങ്ങ് കിടന്നേച്ചാ മതി കേട്ടോ. ഇത്തിരി കഴിഞ്ഞിട്ട് അഴിച്ചു വിടാൻ കേട്ടോ, ഇന്ന് മഴ കുറവുണ്ടല്ലോ അല്ലേ. ഗുഡ് ഗേൾ. എടോ തനിക്ക് വല്ല പണിക്കും പോക്കൂടെ? ഒന്നില്ലല്ലോ, 3 പിള്ളേരുടെ അപ്പനല്ലേ നീ? 3 പിള്ളേരുടെ അപ്പനല്ലേ ഈ പക്ഷി പിടിക്കാൻ വേണ്ടി നിൽക്കുന്നേ? പോ ഓട് സ്ഥലം വിട്. അവർക്കും കഴിക്കണ്ടേ എന്തൊക്കെയാണെങ്കിലും. ഇത് വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ഞാൻ തെങ്ങിന് വളമായിക്കോട്ടെ എന്നും പറഞ്ഞ് കുറച്ച് വേസ്റ്റ് കൊണ്ടിട്ടതാണ്. അത് കഴിക്കാൻ വന്ന അണ്ണാനാണ്. അതിനെ പിടിക്കാനാണ് ഈ പമ്മല്. കിട്ടുമോ? എവിടെ? എണ്ണാൻ പോയി. ചമ്മി പോയല്ലോ പാറ. ചമ്മിയില്ല, അങ്ങനത്തെ വേണോടി. ഇവിടെ വാ. അപ്പൊ നമ്മൾ പാത്രം വെച്ചു, എണ്ണ ഒഴിക്കുകയാണ് തക്കാളി ചോറിന് വേണ്ടിയിട്ട്. രണ്ട് സ്പൂൺ എണ്ണ ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായി, കടുക് ഇടുകയാണ്. കറിവേപ്പില, കരിഞ്ഞ് പണ്ടാരം വന്നില്ലേ. ഇനി നമ്മൾ ആ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് വെച്ച് ഞാൻ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവേ. കുറെ പേര് അങ്ങനെ ഇടത്തില്ല. ഇളക്കി കൊടുക്കും. കറിവേപ്പില കരിഞ്ഞു പോയി, അത് കാര്യാക്കണ്ട. സംഭവം തക്കാളിച്ചോറ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുറെ ആയി ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഉണ്ടാക്കാറില്ല ഞാൻ. മാക്സിമം ജിഷ്ണു ഒറ്റയ്ക്കുള്ളപ്പോ ജിഷ്ണുവിന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും തക്കാളിച്ചോറ് വെക്കുക. അതാകുമ്പോ വേഗം പണി എളുപ്പമാകും. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടുണ്ട്. ഇനി ഉള്ളി ഇടാം. ഈ ഉള്ളിയിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് കണ്ടോ, ഇതാ ഈ ഒരു കണ്ടോ, നല്ല കട്ടി കുറഞ്ഞിട്ട്. കുറെ ആയിട്ട് ഞാൻ കട്ടി കുറഞ്ഞ അരിച്ചലാണ് പറയും. ഉള്ളി ശരിക്കും ഇത്രയും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഏത് കറിക്കും ഉള്ളി കുറച്ച് കൂടുതലായിട്ട് കൊടുക്കും.
ബിക്കോസ് എനിക്ക് ഉള്ളി ഇഷ്ടമാണ്. അതാണ് കാരണം. ഉള്ളി ഒന്ന് വേഗം വഴണ്ടി കിട്ടാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഉപ്പിടും. ഉള്ളി വഴണ്ടി കിട്ടാൻ ആദ്യം ഉപ്പിടുക. ഞാൻ എപ്പോഴും ഉപ്പ് കൂടുതലായിട്ട് തന്നെ ഇടും. എന്താണെന്ന് വെച്ചാൽ തക്കാളി ചോറല്ലേ ഉണ്ടാക്കുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എക്സ്ട്രാ ഞാനങ്ങ് ഇട്ടു ആദ്യമേ ഇല്ല. നന്നായിട്ടൊന്ന് വഴണ്ടി വരും. ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. കളിയും കൂടി എടുക്കും. തക്കാളി ഇട്ടപ്പോഴല്ലേ ഇതൊന്ന് ഫില്ലായിട്ട് എന്ത് രസാ കാണാൻ. ഇത് കാണാൻ ഇനിയിപ്പോ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും തക്കാളി ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മൂടിയും കൊണ്ട് മൂടി വെക്കാം. മൂടി വെച്ചിട്ടുണ്ട്, തീ ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അതെന്തായാലും വെന്ത് വരട്ടെ. കരണ്ട് പോയി ഗൈസ്. നമ്മളിതാ മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് നല്ല കളർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അതും ഇട്ടിട്ടുണ്ട്. ഇനി നോർമൽ മുളക് പൊടി. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടീൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് സെറ്റ് ആവണം. വെള്ളം വറ്റിപ്പോയി ഗൈസ്. വെള്ളം ഒരു പൊടിക്ക് വേണം. നമ്മുടെ ചോറിലേക്ക് എല്ലാം ഒന്ന് ഒപ്പം ആവാന് തീ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറിടാം. തിളച്ചു. ഇനിയിപ്പോ കാര്യമായിട്ട് തിളക്കേണ്ട കാര്യമില്ല. ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ എന്റെ ആരോഗ്യം എനിക്ക് പോലെ താഴെ വീഴ്ത്താതെ മിക്സ് ചെയ്യണം. ജിഷ്ണു സ്റ്റെപ്സ്. ഓക്കെ, ജിഷ്ണുവിന്റെ ഫേവററ്റ് ആണ് അല്ലേ? ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ തക്കാളി ചോറ്. പക്ഷെ എന്താണ്, അവൻ ഉണ്ടാക്കൂല്ല, ഉണ്ടാക്കുന്നവരെ ഒട്ട് പ്രശംസിക്കൂല്ല. ജിഷ്ണുവിന് ഇഷ്ടപ്പെട്ട പോലെ ചോറും വെന്ത് പണ്ടാരടങ്ങി. ഇനി ഞാനാണ് പെടുന്നത്. എനിക്ക് ഇത്രയും വെന്ത് പോണത് ഇഷ്ടമല്ല. ജിഷ്ണുവിനപ്പൊ സർലാസ് വേണമെന്ന് പറഞ്ഞിട്ട് സർലാസും കൂടി അങ്ങ് ഉണ്ടാക്കി. ഞാനിതാ റെയിൻകോട്ട് ഒക്കെ ഇട്ട് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. റെയിൻകോട്ട് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, മൊത്തം വെള്ളം തെറിക്കും. റെയിൻകോട്ട് ഇട്ടത് ശരിയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നല്ല വഴുക്കലുണ്ട്. ഈ സ്റ്റെപ്പ് മൊത്തം ക്ലീൻ ചെയ്യണം. അതേപോലെ ഈ ഫ്രണ്ട് ഏരിയ, അപ്പുറത്തെ ഏരിയ, ഇത് മൊത്തം ഇന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പൊ ഉള്ള അവസ്ഥകൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ടുള്ളതും കാണാം. മനുഷ്യരായി ഈ സ്റ്റെപ്പ് മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഫുള്ള് വൃത്തിയായി. പക്ഷെ അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടാലേ നമുക്ക് റിസൾട്ട് ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. ചൊറിയാൻ തുടങ്ങി കേട്ടോ. പായലല്ലേ. ഇപ്പൊ റെയിൻകോട്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ എന്താണ്, നമ്മള് വർക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണുമ്പോ മനസ്സിനൊരു സമാധാനം. സ്റ്റെപ്പൊക്കെ നല്ല വൃത്തിയായി. ഈ എഡ്ജിലേക്കൊന്നും ആക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ തിണ്ണയെല്ലാം നനഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ബാലൻസ് ഇവിടെ ഉള്ളത് ചെയ്യാം. അവിടുന്ന് ക്ലീൻ ചെയ്ത് ആ സ്റ്റെപ്പുകൾ ക്ലിയർ ചെയ്ത് ഇവിടുന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മൊത്തം ഫുൾ പെർഫെക്റ്റ് ആക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ഒരു ഗ്രിപ്പിനുള്ളതാകും. അത്രയും വഴുക്കലുള്ളതൊന്നും മാറി കിട്ടും. കൈ നോക്കൂ ഗൈസ്, എന്റെ ബോഡി നോക്കൂ, എന്റെ കാല് നോക്കൂ. ചെളിയല്ല, പായല്. ഒന്ന് കഴിഞ്ഞു കിട്ടിയ എന്തോ ഭാഗ്യത്തിന് ഇന്ന് രാവിലെ തൊട്ട് മഴയില്ല. എനിക്ക് വേണ്ടി ചെയ്തോ മോളെ എന്ന് പറഞ്ഞ മഴ നിന്നേ തോന്നി.
ഞാനിവിടെ കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നെയാണ്. ഒരാൾ എന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുന്നില്ല, വാല് വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് അവസ്ഥ. എന്നെ പിടിച്ച് കടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ എന്റെ ക്ലീനിങ് ഡ്യൂട്ടി കഴിഞ്ഞു. ഇതാ നമ്മുടെ ഐറ്റംസ് എടുത്ത് വെക്കുകയാണ്. അതൊക്കെ ക്ലീൻ ചെയ്തു. എന്റെ സ്പെക്സ് ഒക്കെ നോക്കൂ ഗൈസ്. ഇനിയും പണികൾ എന്താന്ന് വെച്ചാ പായല് അടിച്ചു കളയാനുണ്ട്. അത് കളയണം. ഇതിന് മൊത്തം പായല്. എന്തോ അതാ എന്നിട്ട് പോലും ഡ്രസ്സില് ചെളിയും പൊടിയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ പായല് ഓസിട്ട് അടിച്ചു കളഞ്ഞാല് മൊത്തം പോയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതൊക്കെ വെളുപ്പില്ലേ, കളർ വെച്ചില്ലേ പായല് വെച്ച്. പിന്നെ മുതൽ എല്ലാ ഭാഗവും വെള്ളം ഒഴിച്ച് നല്ല വൃത്തിക്ക് കഴുകിയിട്ടില്ലെങ്കിൽ പായല് പോകത്തില്ല. ഇത് കണ്ടോ പായല് വെള്ളം പോകുന്നത്? നമ്മൾ ഇത്രയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പട്ടിക്ക് കൊടുത്ത ചോറാണ്. ഇതെന്നാ അത് നല്ലത്. ഈ സ്റ്റെയറൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാവുന്ന എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, എന്ത് സുണ്ടിരിപ്പാരോ. ആ മേലെ വരെ ചെയ്തു. പക്ഷെ എന്താണൊരു പ്രശ്നം, പ്ലഗ് പോയിന്റ് ഈ അറ്റത്തായതുകൊണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ പായലായിരുന്നു. ഇതിപ്പോൾ ക്യാമറയിൽ എത്ര ക്ലിയർ ആവും എന്നറിയില്ല. ഇതെല്ലാം കഴുകി വെച്ച് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല വൃത്തിയായി. ഇന്നത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുളിക്കണം. കുളിക്കുന്നതിന് പിന്നെ എണ്ണ വെക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എണ്ണ വെക്കാൻ ഒരു മൂടില്ല. അതുകൊണ്ട് കുളിച്ച് വൃത്തിയാവണം. അതിന് മുന്നേ കുറച്ച് ഡ്രസ്സുകൾ അലക്കിയിടാനുണ്ട്. അലക്കി മേലെ കൊണ്ടുപോയി വിരിച്ചു വന്നു. മേലെയുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി വെക്കണം. അങ്ങനെ കുറെ പണികൾ. എന്റെ കാലിന്റെ അടുത്ത കൂടെ വന്ന് സുറ്റ് കാണോടെ അമ്മച്ചിയുടെ പൊന്ന് അമ്മേ. അവരൊക്കെ വലിയ ആൾക്കാരായി, 3 മക്കളുടെ അച്ഛനായി. ഇപ്പൊ നമ്മളിന്നും മൈൻഡില്ല. എന്തായാലും ഇതുകൊണ്ട് മേലെ വിരിച്ചിടണം. കാരണം ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ നനയും. എന്തായാലും വെള്ളം തോരട്ടെ. ഇന്നിപ്പോ രാവിലെ തൊട്ട് മഴയില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്താടി പൊന്നെ ബെല്ലയോ എവിടെ? ലിയോ അതാ പറന്ന് വരുന്നുണ്ട്. ബെല്ലാച്ചിയെ, ഈ ഭൂമിയിലൊന്നും സ്ഥലമില്ലാത്ത പോലെയാണ് മേലെ കയറി ഒരാൾ കളിക്കുന്നു. അയ്യോ, ഒരാൾ കളിക്കുന്നു. ബാക്കിയുള്ള ഞങ്ങളത് അവിടെ നിൽക്കുന്നു. എൻ്റെ അലക്കൽ പരിപാടികളും വിരിച്ചിടലും എല്ലാം കഴിഞ്ഞു. മേലെ കൊണ്ടുപോയി ഡ്രസ്സ് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം. കുളിച്ചിട്ടേ എനിക്ക് അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ അറിയത്തില്ല നടക്കുമോ ഇല്ലയോ എന്ന്. കാരണം രാവിലെ തൊട്ട് നമുക്ക് മഴയില്ല. ഇനിയിപ്പോൾ എൻ്റെ നിർഭാഗ്യം വെച്ചാൽ ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ പോക്ക് നടക്കത്തില്ല. അപ്പം എന്തായാലും നോക്കാം, കുളിച്ചിട്ട് കാണാം. എൻ്റെ തല മൊത്തം താരനാണ്. അതിനുള്ളൊരു ടിപ്പാണ്. എൻ്റെ ഓയിലി താരനാണ്. ഈ തലയോട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് ഉപ്പാണ് കേട്ടോ. ഉപ്പിന്റെ കൂടെ ഷാമ്പു മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാൻ പോവാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു, കേളപ്പിന്റെയാണ്. അപ്പൊ ഇത് അത്യാവശ്യം
ഒന്ന് കൊടുക്കുന്നുണ്ട് ധാരാളം. കണ്ടോ, ഉപ്പും ഷാമ്പുവും കൂടെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് അലിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് ഷാമ്പു ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. ഉപ്പ് നമ്മുടെ തലയിൽ ഒരു സ്ക്രബ്ബർ പോലെ നിന്നോളും. ഇനി ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. എൻ്റെ തലമുടി ഫുള്ള് താരനാണ്. ചെടയുണ്ട്. ചെട എടുക്കാൻ എനിക്കിപ്പോൾ ക്ഷമയില്ല. ഉപ്പോടെ നമുക്ക് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഓ, എൻ്റെ താരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര താരനാണ്. അപ്പൊ എന്തായാലും ഞാൻ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഈ പിന്നു കണ്ട് തെറ്റിദ്ധരിക്കണ്ട, മറന്നു പോകാതിരിക്കാൻ വേണ്ടി കുത്തി വെച്ചതാ. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പൊരിഞ്ഞ മഴ. ഞങ്ങളുടെ വീട്ടിൽ മഴ കാണാൻ നല്ല രസമാണ്. വയലൊക്കെ നല്ല കാറ്റും മഴയും. ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് സമാധാനമായി. ഇനി ഇത് മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. പുറത്ത് മഴയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകാൻ തോന്നുന്നുണ്ട്. നമ്മൾ രാവിലെ പോയില്ലേ, ആ പാലത്തിന്റെ അടുത്ത് അമ്പലമുണ്ട്. എനിക്ക് അപ്പുറത്ത് പോകാനാണ് ഇഷ്ടം. ഇവിടത്തേനേക്കാളും വേറെ, പിന്നെ ദൈവം ഏതാണെങ്കിലും ഒന്നാണല്ലോ. അപ്പോൾ അറിയത്തില്ല, ഒന്ന് സോപ്പിട്ട് നോക്കിയാൽ അറിയാം അമ്പലത്തിലൊന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഒരു കട്ടൻ കുടിച്ചിട്ട് വരാം. മുടി നീണ്ടു കേട്ടോ. മുടി വെട്ടാനുള്ള സമയമായി. ഞാൻ ഇത്രയും മുടിയൊന്നും വളർത്താറില്ല. ഇപ്പോൾ ഇത്രയും മുടിയായി. എന്തായാലും ഞാനൊരു കട്ടൻ ചായ വെച്ച് കട്ടൻ കുടിക്കാം. ഞങ്ങളപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ പോയി വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കണം. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ പണിയുണ്ട്. എന്തായാലും നമുക്ക് പണികളിലേക്ക് കിടക്കാം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പണികളിലേക്ക് കിടക്കാം. ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ മുട്ടയും ഞാൻ തിളപ്പിക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഏകദേശം ആയിട്ടുണ്ട്. മുട്ട റോസ്റ്റും ചപ്പാത്തിയും ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. സമയം 8 മണിയായി. ഞാനിതവിടെ മാവ് കുഴച്ച് വെച്ചു. മുട്ടയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേവി ഇതാ റെഡിയാവുന്നു. ഇനി ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. സമയം 11:45 രാത്രിയായി. ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊക്കെ തിന്നു കഴിഞ്ഞിട്ടാണ് ഓർത്തത് തന്നെ. അപ്പം എന്തായാലും എൻ്റെ ഈ ഒരു ചെറിയ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനി അടുത്തത് ഇങ്ങനെയുള്ള വീഡിയോസ് വേണം എന്നുള്ളത് നിങ്ങളുടെ ഒരു സജഷൻ പറയുക. അപ്പം എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.